ഇന്ത്യയിലെ കാര്യം ഭയങ്കര ശോചനീയമാണ്. ലെസ് ദാൻ 1% ഓഫ് പോപ്പുലേഷൻ ആണ് CPR അറിയാവുന്നത്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. നമുക്ക് ഈ ഒരു ടെക്നിക്ക് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ബോഡിയോട് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വേറൊരാൾക്ക് നമ്മുടെ ബോഡിയോട് അത്രയ്ക്കും റെസ്പോൺസിബിലിറ്റി വേണം? ഹൂ സേവ് യുവർ ലൈഫ്? ഇറ്റ്സ് യു സേവ് യുവർ ലൈഫ് എന്ന് ഞാൻ പറയും. Hello and welcome to Bilingual with Disney. As you can see, I am wearing red to raise awareness of heart disease and to support women's heart health. ഈ ഫെബ്രുവരിയിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഒരു തീമാണ് വെയർ റെഡ് അല്ലെങ്കിൽ ഗോ റെഡ് ഫോർ വുമൺ എന്നുള്ളത്. ബിക്കോസ് കാർഡിയോവാസ്കുലർ ഡിസീസ് is the number one killer of women. So some of you may aware that about this, right? So when I talk about some people, so they are already aware about this. So if you are not aware, South Asians are high risk for developing cardiovascular disease and die from a heart attack or stroke compared to other population. എത്ര റിസ്ക് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകത്തിലെ മൊത്തം പോപ്പുലേഷൻ നമ്മൾ എടുത്താൽ അതിൽ 60% ഓഫ് ഹാർട്ട് ഡിസീസ് പേഷ്യൻസ് ആർ ഫ്രം സൗത്ത് ഏഷ്യ. അത് എനിക്ക് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. So then I choose this subject. So I'm going to discuss about two different things, right, in this episode. So first, I'm going to talk about how important is for South Asian to know about their risk. നമുക്ക് നമ്മുടെ റിസ്ക് എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലായാൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ രണ്ടാമത്തെ കാര്യം, how important for everyone. So including everyone who watching this episode and everyone to learn CPR. അപ്പം ഈ CPRന്റെ കാര്യം പറയുവാണെങ്കിൽ, so there is one more thing is like very shocking. So you'll be surprised as well when you hear this. അപ്പം നമ്മൾ അമേരിക്കയിൽ എത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് CPR അറിയാം എന്നുള്ളത് നോക്കുവാണെങ്കിൽ അമേരിക്കയിലുള്ള 50% ഓഫ് അല്ലെങ്കിൽ എബോവ് പോപ്പുലേഷൻ ബിലീവ് they can do അല്ലെങ്കിൽ പെർഫോം എ CPR ആൻഡ് സേവ് someone's ലൈഫ്. അതേ സമയത്ത് ഇന്ത്യയിൽ അത് ലെസ് ദാൻ 1% ആണ്. ചിലരൊക്കെ പറയും ഇവര് അമേരിക്കക്കാർ തള്ളുവാണെന്ന്. അതല്ല, കാരണം നമ്മളുടെ ഇന്ത്യക്കാരുടെ ഒരു രീതിയാണല്ലോ, നമ്മൾ വേറൊരാള് നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ പറയുക അവർ ചുമ്മാ പറയുന്നതായിരിക്കും. അതല്ല, രണ്ട് കാരണം കൊണ്ടാണ് അതല്ല എന്ന് പറയുന്നത്. 18% ഓഫ് പീപ്പിൾ ആർ സർട്ടിഫൈഡ്. ഈ CPR ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ അവർക്കുണ്ട് അമേരിക്കയിൽ. സോ ഇന്ത്യയിൽ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒരു ഹെൽത്ത് കെയർ വർക്കറാണ്. അപ്പം ഇന്ത്യയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ CPR കൊടുക്കുക. CPR നമ്മൾ അറിയാമെങ്കിൽ നമുക്കറിയാം, ഒരാൾക്ക് CPR കൊടുത്ത് നമ്മുടെ ആളുടെ ലൈഫ് സേവ് ചെയ്യാൻ, ഒരു സഡൻ ആയിട്ട് ഒരാൾക്ക് അൺകോൺഷ്യസ് ആയി ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അത് ഒരു ഇന്ത്യയിലായിരുന്നപ്പോൾ എനിക്കത് മാൻഡേറ്ററി അല്ലായിരുന്നു. ഞാനൊരു ഹെൽത്ത് കെയർ വർക്കർ ആയിരുന്നിട്ട് പോലും എനിക്കത് പഠിക്കേണ്ട ആവശ്യമോ എനിക്കതിനുള്ള ട്രെയിനിങ്ങോ അന്ന് തന്നിരുന്നില്ല. അത് 10 വർഷം മുന്നത്തെ കാര്യമാണ്. പക്ഷെ ഇവിടെ എനിക്ക് അതെനിക്ക് മാൻഡേറ്ററി ആണ്. ഞാനൊരു ഇപ്പോൾ ഒരു നഴ്സിംഗ് എയ്ഡ് ആണെങ്കിൽ വരെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ വരെയും അതിവിടെ നിർബന്ധമാണ്. നഴ്സിംഗ് എയ്ഡ്, നഴ്സുമാര് മുതൽ ഡോക്ടേഴ്സ്, ഇവർക്കെല്ലാം ഈ ബേസിക് ലൈഫ് സപ്പോർട്ടും അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ എനിക്ക് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന്റെ അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് മാൻഡേറ്ററി ആണ്. അപ്പൊ ഞാനത് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വ്യത്യാസം, അപ്പൊ അതെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് ഷോക്കിംഗ് ദാറ്റ് ഇന്ത്യയിൽ ലെസ് ദാൻ 1% ഓഫ് ആൾക്കാർക്ക് മാത്രമേ CPR ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പറയുമ്പോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബൈസ്റ്റാൻഡർ CPR. ബൈസ്റ്റാൻഡർ CPR ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് കാരണം, ഇപ്പം നമ്മൾ അമേരിക്കയിലും ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. നമ്മളിപ്പോൾ 911 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി നമ്പർ നമ്മൾ വിളിച്ചാൽ ആംബുലൻസ് വരികയും അതിനകത്തെ പാരാമെഡിക്സ് വന്നിട്ട് CPR ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് എന്തിന് നമ്മൾ അറിഞ്ഞിരിക്കണം CPR എന്ന്. നമ്മൾ പറയുന്നാൽ അതറിയണമെങ്കിൽ നമുക്ക് CPR നമുക്കൊരു പ്രാക്ടിക്കലി ചിന്തിച്ചാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു പാരാമെഡിക്സ് വന്നെങ്കിൽ തന്നെയും നമ്മൾ CPR ചെയ്തില്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയും, ഇപ്പൊ ഹൃദയമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ, ബേസിക് ആയിട്ട് ഹൃദയമാണ് എല്ലായിടത്തോട്ടും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പം ഹൃദയം നിലച്ചു പോയെങ്കിൽ ബ്രെയിനിലോട്ടുള്ള
ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയും അതുകൊണ്ട് തന്നെ ബ്ലഡിന് ആവശ്യത്തിനുള്ള ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ടുള്ള ബ്രെയിനിലുള്ള ഡാമേജ് വരെ സംഭവിക്കാം. അപ്പൊ തിരിച്ച് നമുക്ക് CPR ചെയ്ത് നമ്മുടെ ലൈഫ് തിരിച്ച് കിട്ടിയെങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡാമേജ് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ. അപ്പൊ അതുകൊണ്ടാണ് CPRന്റെ ഇമ്പോർട്ടൻസ്. അതേസമയത്ത് നമ്മൾ ബൈസ്റ്റാൻഡർ CPR സ്റ്റാർട്ട് ചെയ്താൽ അവർ വരുമ്പോഴത്തേക്കും അവരത് ഏറ്റെടുക്കുകയും ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ CPR ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ മറ്റേ പാരാമെഡിക്സ് വരുമ്പോൾ അവർ CPR ബാക്കി ചെയ്യുകയും നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള റിക്കവറിക്കുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ബൈസ്റ്റാൻഡർ CPR ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ള, ഞാൻ ഇതിന്റെ ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്നുള്ള വെബ്സൈറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാന്ന് തോന്നുന്നു ഞാനൊരു അവരുടെ കുറെ സ്റ്റോറീസ് ഇടയ്ക്ക് ഇൻസ്പിറേഷൻ സ്റ്റോറീസ് ഇടും. ആദ്യം ഞാൻ വായിച്ചത് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി കൊണ്ട് അമ്മ എന്തോ ടൈപ്പ് ഓഫ് റൈഡോ എന്തോ ഒരു റൈഡിന് പോയി. റൈഡ് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് ഈ കൊച്ചു അൺകോൺഷ്യസ് ആണ്. ഈ അമ്മ അപ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്തു, കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പിന്നെ ഇതിനകത്തൊക്കെ ഇത് അമേരിക്ക നടന്ന കാര്യമാണ്, ഇതിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പാരാമെഡിക്സ് വരുന്നുണ്ട്, പക്ഷെ അത്രയും സമയവും ഈ അമ്മ CPR ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ വായിച്ചത്, സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ലണ്ടനിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ എവിടെയോ ആണ്. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി ഒരു യാദൃശ്ചികമായ ഒരു ടിക്ടോക്കിൽ ഒരു വീഡിയോ കണ്ടു CPRന്റെ. അത് കാണുകയും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അമ്മ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി കൊളാപ്സ് ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ കുട്ടി CPR ചെയ്ത് അമ്മയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വന്ന പാരാമെഡിക്സ് ഒക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, ഈ കുട്ടി അത്രയും ഏർലി ആയിട്ട് CPR സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അമ്മയുടെ ജീവൻ രക്ഷിച്ചത്. അതുപോലെ ഞാൻ കുറേ സ്റ്റോറീസ് വായിച്ചു, ചില ആൾക്കാര് കിട്ടിയ ചില ഇൻഫർമേഷൻ വെച്ച് തന്നെ അവർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ബൈസ്റ്റാൻഡർ CPR ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാല് മിനിറ്റ് മാറ്റേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ഹൃദയത്തിന്റെ കാര്യമാണെങ്കിലും ബ്രെയിനിന്റെ കാര്യമാണെങ്കിലും ഓരോ മിനിറ്റിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓരോ മിനിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ കാര്യം ഭയങ്കര ശോചനീയമാണ്. ലെസ് ദാൻ 1% ഓഫ് പോപ്പുലേഷൻ ആണ് CPR അറിയാവുന്നത്. സോ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെങ്കിലും ഇത് മാൻഡേറ്ററി ആക്കണം. എനിക്കറിയത്തില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് അത് മാൻഡേറ്ററി ആണോന്ന്, പക്ഷെ ഞാനൊക്കെ ജോലി ചെയ്ത സമയത്ത് അല്ലായിരുന്നു. ഞാനത് ഈ ഇടയ്ക്ക് തമാശയായിട്ട് എൻ്റെ ഒരു കൊളീഗിന്റെ അടുത്ത് ചോദിച്ചു എവിടെ വെച്ചാണ് റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ വെച്ചായിരിക്കുന്നു. അപ്പൊ അവർ ചോദിച്ചു എന്തുകൊണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്കയിൽ എനിക്കറിയത്തില്ല നിങ്ങൾ ഇത് അവെയർ ആണോന്ന്. സോ ദർ ഈസ് നമുക്കൊരു സർട്ടൻ ഏജ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചു, അവര് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ അവര് DNR DNI എന്ന് അവർ നമുക്ക് ഈ വിൽപത്രമൊക്കെ എഴുതുന്ന പോലെ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്യും. ലീഗലി നമ്മളൊരു അറ്റോർണിയുടെ അടുത്ത് പോയിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNR എന്ന് പറഞ്ഞാൽ ഡു നോട്ട് റീസസിറ്റേറ്റ്, DNI എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഇൻറ്റുബേറ്റ്. അവരങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പൊ അവരൊരു 85 ഇയേഴ്സ് എബോവ് ആയി, അവർക്ക് മനസ്സിലാവുകയാണ് ഇനിയിപ്പൊ ഞാൻ CPR ഒക്കെ തന്ന് അല്ലെങ്കിൽ ഇൻറ്റുബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്റിലേറ്റർ ഇടുന്ന ആ ഒരു പ്രോസസ്സിന്റെ പറയുന്ന പേരാണ്. നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്ത് അല്ലെങ്കിൽ CPR ചെയ്തൊക്കെ എന്റെ ജീവൻ രക്ഷിച്ചിട്ടും എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവരെടുക്കുന്ന ഒരു തീരുമാനമാണത്. അപ്പം അമേരിക്കയിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ നോക്കും ഇവർ DNR ആണോ DNI ആണോ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഒരു DNR ഉള്ള ഒരു പേഷ്യന്റ് അവർ തന്നെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് DNR ആണെന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയും അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ മാനേജ്മെന്റിലൂടെയൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ നോക്കും. പക്ഷെ നമ്മൾ അവരെ റീസസിറ്റേറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ CPR കൊടുക്കത്തില്ല. അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇന്ത്യയിൽ ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ കൊളീഗിനോട് പറയാണ്, നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും തന്നെ DNR DNI ആണ് ഓൾമോസ്റ്റ്. കാരണം ബൈ ദ ടൈം നമുക്കൊരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്ന് ഒരു ആംബുലൻസ് നമ്മളെ ആംബുലൻസ് ഇപ്പൊ എനിക്ക് പ്രായമുള്ള ഒരാളാണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ പിന്നെ ഈ DNR DNI എന്നൊന്നും നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി DNR DNI ആണ്. സോ സൗത്ത് ഏഷ്യൻസ് ആർ ഓൾസോ റിസ്ക് ഫോർ സ്ട്രോക്ക്. അപ്പം ഈ സ്ട്രോക്കിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്കിനൊക്കെ ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. എത്ര പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാവോ അത്രയും വേഗം നമുക്ക് നമ്മളുടെ ബ്രെയിനിന്റെ കൂടുതൽ ഫങ്ഷൻസ് നിലനിർത്താൻ ചാൻസ് ഉണ്ട്. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും മെഡിസിൻ ഒക്കെ കൊടുത്ത്.
അല്ലെങ്കിൽ സർജറിയോ പ്രൊസീജിയറോ ഒക്കെ ചെയ്ത്. പക്ഷേ നമ്മൾ ഇന്ത്യയിലെയൊക്കെ കാര്യമാണെങ്കിൽ ബൈ ദ ടൈം ഈ ആംബുലൻസ് ഒക്കെ എത്തി നമ്മളെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യം ഏകദേശം തീരുമാനമാവും. അപ്പൊ ഞാൻ പറയാണ്, ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഈ DNA ഒക്കെ നമ്മൾ അറ്റോർണിനൊന്നും കണ്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ DNA ആണ്. പക്ഷെ ഇവിടുത്തെ കാര്യമാണെങ്കിൽ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. നമുക്കിപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒക്കെ ആണെങ്കിലും വെബ്സൈറ്റുകളിൽ പോയി നോക്കിയാൽ, ഞാൻ വേണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ഒക്കെ അല്ലെങ്കിൽ CPRന്റെ അവൈലബിലിറ്റി ഒക്കെ ഞാൻ ലിങ്ക് ആയിട്ട് ഇടാം ഈ പോഡ്കാസ്റ്റിൽ. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് പഠിക്കാനും. ഒരു വൺ ടൈമിൽ നമ്മൾ മിനിമം അത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ, ഇപ്പം CPR ചെയ്യുമ്പം എത്ര ഡെപ്ത് വേണം, എത്ര ഫാസ്റ്റായി ചെയ്യണം, കാരണം അതിൻ്റെ ഒരു ടെക്നിക്ക് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം അതിൻ്റെ റൈറ്റ് വേയിൽ ചെയ്തെങ്കിലാണ് നമുക്ക് കൂടുതൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ചാൻസ്. ഇപ്പൊ ലൈഫിലൊരു 2-3 തവണയെങ്കിലും നമ്മളത് ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മളത് എഫിഷ്യൻ്റ് ആയി. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നത് ഒരിക്കലും നമുക്ക് ഒരു അധികം സമയം ആവശ്യമുള്ള കാര്യമേ അല്ല ഇത്. എനിക്ക് തോന്നുന്നു 1 hour ധാരാളമാണ് ഇത് പഠിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ എവറി 3 months നമുക്കതിന്റെ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു മാനിക്കനിൽ നമ്മളെല്ലാ 3 months പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഞാൻ ACLS എനിക്ക് സർട്ടിഫൈഡ് ആണ്, പക്ഷെ അതിന് എല്ലാ 2 വർഷവും അതിന്റെ നമുക്ക് പ്രാക്ടീസ് തന്നുകൊണ്ടിരിക്കും. മാനിക്കലിലും പ്രാക്ടീസ് തരും, അല്ലാതെ നമ്മൾ അതിന്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് റീഫ്രഷ് ആയിരിക്കും. അതെല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും മാൻഡേറ്ററി ആണ്. ലൈക്ക് ACLS എല്ലാവർക്കും അല്ല, പക്ഷെ എങ്കിലും കുറെ പേർക്കൊക്കെ മാൻഡേറ്ററി ആണ്, നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ച്. പക്ഷെ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ CPR ഒക്കെ കൊടുക്കുന്നത് എല്ലാവർക്കും മാൻഡേറ്ററി ആണ്. ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു സ്കൂളിന്റെ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടും നമുക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാണെങ്കിൽ ഇടയ്ക്ക് ആൾക്കാരെ വന്ന് അതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ട്രെയിനിങ് കൊടുക്കുക, അതൊക്കെ നമ്മൾ എല്ലാ കമ്പനികളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ, നമുക്ക് ഈ ഒരു ടെക്നിക്ക് അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. December 25th അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അന്നാണ് അമേരിക്ക പോലെയുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അതിന് പല കാരണങ്ങളാണ് വിശ്വസിക്കുന്നത്. അതിനകത്ത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ. എന്തുകൊണ്ട് ക്രിസ്മസിന്റെ അന്ന് ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുവാണെങ്കിൽ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഏറ്റവും അധികം അമേരിക്ക പോലുള്ള രാജ്യങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതിനകത്ത് ഒരു കാരണം പറയുന്നത്, ഇപ്പം നമ്മള് ആരുടെങ്കിലും വീട്ടിൽ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും. ഇപ്പം നമ്മളുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ടിന്റെ കൂടെയോ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിംറ്റംസ് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിനോ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തോ വന്നാൽ നമ്മളത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ചുമ്മാ തോന്നുന്നായിരിക്കും, വെറുതെ നല്ലൊരു മൂഡ് കളയണ്ട, അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷന്റെ മൂഡ് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളത് എന്താ പറയുന്നത്, സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മളെല്ലാം ഊഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് നോൺ വെജ് അല്ലെങ്കിൽ ഒരുപാട് റെഡ് മീറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളതല്ലാത്ത സ്വീറ്റ്സും ഒരുപാട് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും കാരണമാകാം. തണുപ്പും ഒരു കാരണമാകാം. നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങാൻ വല്ലതും ഒരു തണുപ്പും അതിന്റെ ഒരു ഘടകമായേക്കാം. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. ക്രിസ്മസിന്റെ അന്നാണ് ഏറ്റവും അധികം അമേരിക്കയിൽ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് എന്നുള്ളത് ഞാനൊരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നത്. ഇനി ബാക്ക് ടു ഈ സൗത്ത് ഏഷ്യൻസ്, ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 60% അധികം, അൺഫോർച്ചുനേറ്റ്ലി 60% അധികം അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് സൗത്ത് ഏഷ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇന്ത്യക്കാർ അതിനകത്തുണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം അതിനകത്ത് ഉള്ള ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാർ, നമ്മളൊക്കെയാണ് സൗത്ത് ഏഷ്യൻസ്. അപ്പം അതിനകത്തെ 2-3 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ റിസ്ക് എന്നുള്ളത്, നമുക്ക് കൂടുതൽ റിസ്ക് കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ എന്നുള്ളത്, ഒന്ന് ജനറ്റിക് ആണ്. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ദ വേ ദ ഫാറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ അവർ ബോഡി ഈസ് ഡിഫറെന്റ് ദാൻ അതർ പോപ്പുലേഷൻ. സോ നമ്മൾക്ക് അത് ഏകദേശം നമ്മളെല്ലാവരും ഒരു ഏജ് എത്തുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് ഭയങ്കര കുടവയറ് അങ്ങനെയല്ലേ. അപ്പം നമ്മൾക്ക് കൂടുതൽ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ. പിന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൂടുതൽ എന്താ പറയുന്നത്, സോ വെൻ വി ബോൺ വിത്ത് ലെസ് മസിൽ ആൻഡ് മോർ ഫാറ്റ്, ലൈക്ക് അഗെയിൻ ജനറ്റിക് ഫാക്ടർ ആണ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ സൗത്ത് ഏഷ്യൻസിന് മറ്റേ വേറെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 10 വർഷം
എന്താ പറയുന്നത്, യങ്ങർ ഏജിൽ നമ്മൾക്കത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം വേറൊരു പോപ്പുലേഷനുള്ള ഒരാൾക്ക് 50 വർഷം ആകുമ്പോഴാണ് ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് 40 വർഷം ആകുമ്പോൾ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യും. കാരണം കുറെ നമുക്ക് ജനറ്റിക് ഫാക്ടർ ഉള്ളത് കൊണ്ടും നമ്മുടെ ഡയറ്റിന്റെ സ്റ്റൈൽ കൊണ്ടും നമുക്ക് ഇത് 10 വർഷം യങ്ങർ ആയിട്ടിരിക്കുമ്പോൾ തന്നെ കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ നമുക്ക് ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് ആലോചിച്ച് നോക്കൂ നമ്മളപ്പോൾ എന്തുമാത്രം കെയർഫുൾ ആയിരിക്കണമെന്ന്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്താ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ് ഏറ്റവും നല്ല മരണം എന്നൊക്കെ. പക്ഷേ ആലോചിച്ച് നോക്കും നമ്മൾ ഇത്, അഥവാ നമുക്ക് യങ് ഏജിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അവയർനെസ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ എന്നിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും നമുക്ക് അതിനകത്ത് പല കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്ക് അതിന്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. എല്ലാവർക്കും ഉള്ള വേറെ സംശയമായിരിക്കും, അല്ലെ വെജിറ്റേറിയനിസം ഈസ് വെരി പോപ്പുലർ. സോ ഒരു സ്റ്റഡി ഇവർ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ പേരാണ് മസാല സ്റ്റഡി. സോ ആ സ്റ്റഡി ഈസ് ഓൾ അബൌട്ട് ഇങ്ങനെ സൗത്ത് ഏഷ്യൻസ് ലിവിങ് ഇൻ അമേരിക്കയിൽ ജീവിക്കുന്ന സൗത്ത് ഏഷ്യൻസിന്റെ ഈ ഹാർട്ട് ഡിസീസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് മസാല സ്റ്റഡി. അപ്പം അതിനകത്താണ് അവർ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തത്. സോ ദേ വർ ഓൾസോ ക്യൂരിയസ്. കാരണം ഒത്തിരി പേരും പറയുന്ന ഏകത്തില് നമ്മൾ വെജിറ്റേറിയൻസ് ആണ് കുറെ പേര്. സോ ഇന്ത്യയിൽ തന്നെ കുറെ പേരൊക്കെ വെജിറ്റേറിയൻസ് ആണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, വെജിറ്റേറിയൻസ് കൂടുതൽ സേഫ് ആണെന്നുള്ളത്. പക്ഷെ അതിനകത്തെയും ഈ മസാല സ്റ്റഡി കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഡയറ്റ്. എന്തുമാത്രം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈവൻ ദോ നമ്മൾ വെജിറ്റേറിയൻസ് ആണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും വെജിറ്റേറിയൻസ് ആയിരിക്കുന്ന ആൾക്കാർ സോ നോട്ട് ഫോളോവിങ് ദ പ്രോപ്പർ ഹെൽത്തി വേ ഓഫ് വെജിറ്റേറിയനിസം, റൈറ്റ്? മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള വെജിറ്റേറിയൻസ് ആയിരിക്കും ചില ആൾക്കാർ. അപ്പൊ ഈ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ആയിരിക്കില്ല ഈ വെജിറ്റേറിയൻസ് ആണെന്ന് പറഞ്ഞാലും അവർ സിംപ്ലി മീറ്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ ഫ്രഷ് ഫ്രൂട്ട്സും ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ഹാബിറ്റ്സ് അല്ല സൗത്ത് ഏഷ്യൻസിൻ്റെത്. അപ്പൊ അതും ഒരു റിസ്ക് ഫാക്ടറാണ്. നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ എന്തുമാത്രം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹൈ കൊളസ്ട്രോളും വരാനുള്ള ചാൻസ് കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ ഈസ് വെരി ഹൈ. നമ്മൾ വേറൊരു എത്നിക് ഗ്രൂപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത് ഉണ്ട്. അതിന്റെ കൂടത്തിൽ തന്നെ നമ്മുടെ ഡയറ്റ് ഹാബിറ്റ്സ് ഇങ്ങനത്തെയാണ്. അപ്പം അതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഭയങ്കര സോ ദേ ലുക്ക് തിൻ, ഇപ്പൊ തിന്നർ ആയിരിക്കും, അല്ലെങ്കിൽ പെറ്റീറ്റ് ആയിരിക്കും, അവർ മെലിഞ്ഞിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ BMI, നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരാൾക്ക് ഒബേസിറ്റി ഉണ്ടോ എന്നൊക്കെ. അപ്പൊ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഭയങ്കര കുറവായിരിക്കും. അല്ലെങ്കിൽ അത് നമ്മളിപ്പം വേറൊരു പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് ആയിരിക്കും. പക്ഷെ എങ്കിൽ തന്നെയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സിലുള്ള ഒരാൾക്ക് തന്നെ ഈ സൗത്ത് ഏഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് വൺസ് നമ്മൾ ഇത് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാതെ വേറെ കാര്യമൊന്നുമില്ല. നമുക്കിതിൽ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഇതിനകത്തോണ്ട് കാര്യമുള്ളൂ. നമുക്ക് ഡയറ്റ് നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെയിറ്റ് ഒരു 2 വീക്കിൽ നോക്കും. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ എന്റെ ഡയറ്റ് കാരണം എന്റെ വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെയിറ്റ് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെലിഞ്ഞിരുന്നാൽ തന്നെയും നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരാം. സോ ഐ ഡെഫിനറ്റ്ലി വാച്ച് വാട്ട് ഐ ഈറ്റ്. ഞാൻ വീട്ടിലുള്ളപ്പോൾ, ഞാൻ വെളിയിൽ പോകുമ്പോൾ നോക്കാറില്ല. പക്ഷെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തു തിന്നുന്നു, നമ്മൾ അതിനകത്തെ കാലറി കണ്ടന്റ്. ഇപ്പം അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു തവണ എക്സസൈസ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ റൺ ചെയ്യാനോ, അല്ലെങ്കിൽ ചുമ്മാ അല്ലെ ബ്രിസ്ക് വാക്ക്, അത് ഭയങ്കര നല്ലതാണ്. നമ്മൾ നടക്കാൻ പോവുക. അപ്പൊ നമുക്കൊരു വാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ കെട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇത്ര ദൂരം നടന്നാൽ ഇത്ര കാലറി ബേൺ ചെയ്യും. അതുകൊണ്ടുള്ള ഗുണം എനിക്കുണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് മനസ്സിലാവുകയാണ് ഞാനൊരു 2 കിലോമീറ്റർ നടന്നാൽ മാത്രമേ 150 കാലറി ബേൺ ആവുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ഹർഷി ചോക്ലേറ്റ് ബാർ 150 കാലറിയുടെ കണ്ടു കഴിയുമ്പോൾ എനിക്കത് തിന്നാൻ മടി തോന്നും. കാരണം ഞാൻ ഇത്രയും നടന്നിട്ടാണ് എനിക്ക് ഈ കാലറി ബേൺ ചെയ്യാൻ പറ്റിയത്. അത് എനിക്കൊരു മോട്ടിവേഷൻ ആണത് അങ്ങനെ നോക്കുന്നത്. പിന്നെ ഞാൻ എല്ലാത്തിനെയും കാലറി, അതിനകത്തെ ഫാറ്റ്, അതൊക്കെ നോക്കും. നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന, എവറി ഇയർ നമുക്ക് മസ്റ്റായിട്ടും യങ് ഏജിൽ തന്നെ നമ്മൾ നമ്മുടെ കൊളസ്ട്രോള്, പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് HbA1c ചെക്ക് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. HbA1c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വെറുതെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യമുണ്ടോന്ന് വെച്ചാൽ ആ ഒരു 24 മണിക്കൂറത്തേക്ക് ആയിരിക്കും ബ്ലഡ് ഷുഗറിന്റെ ലെവൽ കാണിക്കുന്നത്.
പക്ഷെ HbA1c എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 മന്തിലുള്ള നമ്മളുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. നമുക്ക് 6ന് കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റിക് ആണ് അങ്ങനെയൊക്കെ ഡോക്ടർമാർ നമ്മളുടെ അടുത്ത് പറയും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എനിക്ക് ഇത്രയും കൂടുതലാണ്, അപ്പൊ എനിക്കത് എൻ്റെ ഡയറ്റ് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. ഈ ഡയറ്റ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സൗത്ത് ഏഷ്യൻ ഡയറ്റ് ഫോളോ ചെയ്യുകയും പിന്നെ ഈ മസാല സ്റ്റഡി എന്നുള്ള സ്റ്റഡി കണ്ടുപിടിച്ചൊരു കാര്യമാണ്, നമ്മൾ കൂടുതൽ എന്താ പറയുന്നത് നാട്ടിലെ രീതിയിലുള്ള ഭക്ഷണം കണ്ടിന്യൂ ചെയ്യുകയും കൂടുതൽ സെഡൻറ്ററി ആയിട്ടിരിക്കുകയും ചെയ്യുകയാണ് അമേരിക്കയിൽ, അല്ലെ? നമ്മൾ നാട്ടിലെ കപ്പയും ചോറും ഒക്കെ നമ്മൾ ധാരാളമായി കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ഉള്ളത്രയും എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് വരികയും ചെയ്താൽ എഗെയിൻ നമ്മളുടെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുകയും നമ്മൾക്ക് റിസ്ക് കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട്. ഐ മീൻ നമുക്ക് ഓൾറെഡി റിസ്ക് ഉണ്ട്, അപ്പം നമ്മൾ അതിനെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഡയറ്റ് നോക്കാത്തതിലൂടെയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് എന്നുള്ള കാര്യം. എക്സസൈസ് ഞാൻ പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു 64 ഡേയ്സ് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അതൊരു ഹാബിറ്റായി മാറും. അപ്പൊ ഈ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്കൊരു കാര്യം ഹാബിറ്റ് ആയെങ്കിൽ, ഹാബിറ്റും റൊട്ടീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്ക് ഹാബിറ്റ് ആയെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വണ്ടിയിൽ കയറുന്നു, നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന്, അല്ലെ? നമുക്ക് വണ്ടി ഓടിക്കാൻ ഒത്തിരി വർഷമായിട്ട് ഓടിച്ച ഒരാൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, വണ്ടി റിവേഴ്സ് എടുക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. അത് ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് വരും. അപ്പം ആ ലെവലിൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എക്സസൈസിനെ. ഇപ്പം എല്ലാ ദിവസവും ഒരേ സമയം നമ്മൾ നടക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയം വരുമ്പോൾ നമുക്ക് നടക്കാൻ പോകാൻ പറ്റും. ചില സില്ലി ആയിട്ട് തോന്നുന്ന കാര്യമാണ്, ഇപ്പൊ റണ്ണിങ് ഷൂ അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പോകുന്ന ആ ഷൂ ഇടുക. അപ്പൊ ആ റണ്ണിങ് ഷൂ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അത് തോന്നും. അപ്പൊ അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും, നമുക്കതിന് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഡയറ്റിന്റെ കാര്യം, വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഡയറ്റിൽ സോ ഞാനത് കണ്ടിട്ടുണ്ട്, ലൈക്ക് ഒരു ഹാർട്ട് ഹെൽത്തി ആണെന്നുള്ളതിന്റെ ഒരു സൈൻ അതിൽ കാണും. അപ്പൊ അത് കണ്ടെങ്കിൽ അർത്ഥം നമ്മുടെ ഹൃദയത്തിന് ഹെൽത്തി ആയിട്ടുള്ള, അമേരിക്കയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല ഇന്ത്യയിൽ എങ്ങനെയാണ്. ആ ഒരു സൈൻ കാണും, ആ ഫുഡ് പ്രൊഡക്റ്റിന്റെ പുറകിൽ കാണും ആ സൈൻ, ഇത് നമ്മുടെ ഹൃദയത്തിന് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഭക്ഷണം നമ്മൾ വാങ്ങിക്കുക. അതുപോലെ തന്നെയാണ് ഈ വെജിറ്റേറിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ ആ ഗുണം പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കൂടുതൽ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എക്സസൈസിന് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക. നമുക്ക് എന്താണ് ഇഷ്ടമായ എക്സസൈസ് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടുന്നതൊന്നും നഷ്ടത്തിലാവത്തില്ല. അപ്പൊ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മെനക്കെടുക തന്നെ വേണം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ലൈക്ക് എന്താ പറയുന്നേ, ഒത്തിരി പേരും എന്താ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസ് നമ്മൾ കണ്ടുപിടിക്കും, അല്ലെ? അപ്പം അതിന് പകരം നമ്മൾ എക്സസൈസ് ചെയ്യാനുള്ള എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനർ ഉണ്ട്, അതെ വാക്യൂം ക്ലീനർ ഉണ്ട്. പക്ഷെ ഞാൻ അത് ഉപയോഗിക്കാതെ മറ്റേ ഇപ്പൊ പിന്നെയും നടന്ന് ചെയ്യുന്ന വാക്യൂം ക്ലീനർ ഉപയോഗിക്കാൻ തുടങ്ങി. സോ ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം, സോ ഐ എം ട്രൈങ് ടു ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയാണ്, ഒരു കൂടുതൽ സമയം ആക്റ്റീവായിട്ടിരിക്കാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണ് എനിക്ക് ആ വാക്യൂം ക്ലീനർ. അപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ടുള്ള എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിലും നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് നമ്മളെ അത് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം, വലിയ മാരത്തോൺ ഓടാനായിട്ട് നമുക്ക് ആദ്യമേ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുന്നത്, കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓടാൻ പറ്റാത്തവർ നടന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ മസ്റ്റായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മൾക്കൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കാനേ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ റിസ്ക് ഫാക്ടർ നമുക്ക് അത്രയ്ക്കും കൂടുതലാണ്. സൗത്ത് ഏഷ്യൻസ് ആർ ഹൈ റിസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോകത്തിലെ മൊത്തം എനിക്ക് തോന്നുന്നു 30%. സോ ലെറ്റ് മീ ചെക്ക് ഇഫ് ഐ എം കറക്റ്റ്. So heart disease is the number one cause of death worldwide and accounts for 30% of all death. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സൗത്ത് ഏഷ്യൻസ് 60% ഓഫ് ദ വേൾഡ് ഹേർട്ട് ഡിസീസ് പേഷ്യൻസ് സൗത്ത് ഏഷ്യൻസ് ആണ്. അപ്പം ഹേർട്ട് ഡിസീസ് ഒക്കെ യങ്ങർ ഏജിൽ വരാനുള്ള ചാൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്.
അപ്പം നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റുന്ന കാര്യം എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു സമയത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഞാൻ കണ്ടുമുട്ടുന്ന ഒരുപാട് പേഷ്യൻസിന്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ഹൂ സേവ്സ് ലൈഫ് എന്ന് ചോദിക്കുമ്പം ഒത്തിരി പേരും പറയുന്ന ഒരു ആൻസർ എന്താ, ഡോക്ടേഴ്സ് സേവ്സ് ലൈഫ് അല്ലെങ്കിൽ നഴ്സസ് സേവ്സ് ലൈഫ് എന്നാണ്. പക്ഷെ യു സേവ് യുവർ ലൈഫ് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കാരണം നമ്മൾക്ക് നമ്മുടെ ബോഡിയോട് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് വേറൊരാൾക്ക് നമ്മളുടെ ബോഡിയോട് അത്രയ്ക്കും റെസ്പോൺസിബിലിറ്റി വേണം എന്ന്, അല്ലെ? നമുക്ക് തന്നെ നമ്മളുടെ ബോഡിയോട് റെസ്പോൺസിബിലിറ്റി വേണം. അത് ആക്ച്വലി അത് തന്നെ പറഞ്ഞാൽ നമ്മളൊരു ആസ് എ അഡൾട്ട് നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാള് നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മളത് ആ ഒരു കാര്യം വേറൊരാളുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞില്ല, നഴ്സസ് എന്നോട് പറഞ്ഞില്ല. ഹൂ സേവ് യുവർ ലൈഫ്? ഇറ്റ്സ് യു സേവ് യുവർ ലൈഫ് എന്ന് ഞാൻ പറയും. അപ്പൊ നമ്മളുടെ ഹെൽത്തിന്റെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മളുടെ ഹെൽത്തിന്റെ കാര്യം നോക്കാനായിട്ട് നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. ആക്ടിവിറ്റി ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസ് ഇല്ലേ, അതൊക്കെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് കണ്ടുപിടിക്കുക. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസിന്റെ ചെക്ക്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ വർഷവും ചെക്ക് ചെയ്യാറുണ്ട്. പ്രിവെന്റേറ്റീവ് കെയറിന്റെ ഭയങ്കര ബിഗ് ഫാനാണ് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലാവും, എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അസുഖവും ഇല്ല. പക്ഷെ എനിക്ക് അതിന്റെ ട്രെൻഡ് കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ, എനിക്ക് 10 വർഷം മുമ്പ് എന്റെ കൊളസ്ട്രോൾ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ എന്റെ ബ്ലഡ് പ്രഷറിന്റെ മാറ്റം, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആ ട്രെൻഡ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം കെയർഫുൾ ആയിരിക്കണം. അപ്പം ഈ അസുഖം വരുന്നതിന് മുന്നേ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ നമ്മളതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ് സൗത്ത് ഏഷ്യൻസ്. അപ്പം ഈ ഫെബ്രുവരിയിൽ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ പ്ലീസ് നമ്മൾ CPR പഠിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും പഠിക്കുക. സോ 1-2 തവണ നമ്മൾ ചെയ്തെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഒരു മനസ്സിലാവുക ടെക്നിക്ക്. സോ നമുക്കത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കൂ, നമുക്ക് CPR അറിയത്തില്ല എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തുമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? പഠിക്കാൻ പറ്റുന്ന എല്ലാ റിസോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. എസ്പെഷ്യലി യു ലിവ് ഇൻ അമേരിക്ക. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും അവൈലബിൾ ആണ്. ആർക്കും ഒരു എക്സ്ക്യൂസും ഇല്ല. എന്നിട്ട് നമ്മളത് പഠിക്കാതിരിക്കുകയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമുക്കത് അറിയാമായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റിയേനെ എന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്ത് കഷ്ടമാണ്, അല്ലെ? അപ്പൊ അത് മസ്റ്റായിട്ടും എല്ലാവരും പഠിക്കാൻ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. Until we see next time, bye.